ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൊരിഞ്ഞ ഉഴുന്നുവട എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പം ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഉഴുന്നുവട പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ആകെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ ഇതുവരെ ഉഴുന്നുവട ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയാകാത്തൊരു ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഉഴുന്നുവട തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഉഴുന്നുവട തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊരു 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം 2 മുതൽ 3 മണിക്കൂർ ഇതൊന്ന് കുതിർക്കാനിടണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മണിക്കൂറാണ് കുതിർക്കാൻ വെച്ചത്. ഇപ്പോൾ ഇത് ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളമെല്ലാം നന്നായിട്ട് കളഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം നമ്മൾ കുതിർത്ത് വെച്ചത് നന്നായിട്ട് ഊറ്റി കളഞ്ഞതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഉഴുന്നുവടയ്ക്ക് വേണ്ടി ഉഴുന്നരയ്ക്കുമ്പോൾ വെള്ളം എത്ര കുറച്ച് ഒഴിച്ചരയ്ക്കാവോ അത്രയും കുറച്ച് ഒഴിക്കണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ മാവ് ചൂടായി പോകാതിരിക്കാൻ വേണ്ടിയാണ് തണുത്ത വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഉഴുന്നൊക്കെ തെറിച്ച് സൈഡിലൊക്കെ ഇരിക്കും. അപ്പോൾ 1-2-3 പ്രാവശ്യം ഒന്ന് നിർത്തിയിട്ട് സൈഡിലിരിക്കുന്ന ഉഴുന്നൊക്കെ ഒരു സ്പൂൺ വെച്ച് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൈവച്ചൊന്ന് തളിച്ചതിന് ശേഷം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ഇതുപോലെ നല്ല കട്ടിയിൽ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ മാവ് അരച്ചെടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ചൂടായി പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താൽ മതിയാവും. അപ്പം ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഈ മാവ് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ അടിച്ചെടുക്കുമ്പോഴാണ് ഈ ഉഴുന്നുവട നല്ല ക്രിസ്പി ആയിട്ട് വരുന്നത്. ഇങ്ങനെ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് എയർ കയറും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉഴുന്നുവട നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പം നമ്മൾ കുറച്ച് നേരം അടിച്ചെടുക്കുമ്പോൾ കൈ കഴിക്കും. അതുകൊണ്ട് തന്നെ നിർത്തി 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എരിവ് അനുസരിച്ച് ഇപ്പം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പച്ചമുളകിൻ്റെ അളവ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചതാണ്. അപ്പോൾ ചതച്ച് ചേർക്കുക, അല്ലെങ്കിൽ കുരുമുളക് മുഴുവനെ ചേർത്താലും കുഴപ്പമില്ല. അതിൻ്റെ കൂടെ 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് 2 നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് എല്ലാം ചേർത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ വീണ്ടും ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഉപ്പും സവാളയൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുമ്പോൾ ഈ മാവ് കുറച്ചുകൂടെ ലൂസാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അരയ്ക്കുമ്പോൾ എത്രയും വെള്ളം കുറച്ച് അരച്ചെടുക്കാവോ അത്രയും കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അപ്പം നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ ഒത്തിരി ലൂസായി പോകാമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തിൽ അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെയാണ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉഴുന്നുവടയ്ക്കുള്ള മാവ് റെഡിയായി. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് നമ്മുടെ കൈ അതിൻ്റെ അകത്തിലേക്ക് മുക്കിയതിന് ശേഷം നന്നായിട്ട് വെള്ളം കുടഞ്ഞ് കളയുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ മാവ് എടുക്കുമ്പോൾ അതിനകത്തിലേക്ക് ആയിട്ട് മാവ് ലൂസാകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി മാവ് ഇതുപോലെ കുറച്ച് മാവ് എടുത്തിട്ട് കയ്യിൽ എടുത്തിട്ട് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്കൊരു ഹോളിട്ട് കൊടുക്കാം. അതിനുവേണ്ടി നമ്മുടെ തള്ളവിരൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നടുക്കൊരു ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടാതെ നല്ല ഈസി ആയിട്ട് ഹോളിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തള്ളവിരൽ ഉപയോഗിച്ച് ഈ മാവൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതിയാവും. ഇനി ബാക്കിയുള്ള മാവ് ഇതുപോലെ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ തള്ളവിരൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം നടുക്ക് ഹോളിട്ട് കൊടുക്കുക. അപ്പോൾ ഒട്ടാതെ നമുക്ക് ഈസി ആയിട്ട് ഹോളിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒരു വശം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നിട വരെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലിടാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നന്നായിട്ട് വറുത്തെടുക്കാൻ. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്.
അപ്പോൾ നമുക്കിനി ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഇത് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവ് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഉഴുന്നുവട നമുക്ക് ഇതിനകത്ത് അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ അരിച്ചെടുക്കുമ്പോൾ വെള്ളമൊക്കെ ചേർക്കുമ്പോഴും അതുപോലെ തന്നെ നന്നായിട്ട് അടിച്ചെടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഉഴുന്നുവട തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം പുറമേ നല്ല ക്രിസ്പിയാണ്, അകം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ശരണ്യാസ് റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്